ആലപ്പി ഗോപകുമാർ മിമിക്സ് മീഡിയ എന്ന് പറയുന്ന ട്രൂപ്പിന്റെ ഓണറാണ്. മിമിക്സ് മീഡിയയിലൂടെ തുടങ്ങിയ ഒരുപാട് കലാകാരന്മാർ മിമിക്രിയുടെ ലോകത്ത് വലിയ പ്രശസ്തരായി മാറിയിട്ടുണ്ട് അല്ലേ ഗോപൻ ചേട്ടാ? അതെ അതെ തീർച്ചയായും. എത്ര വർഷം മുമ്പാണ് ആ ട്രൂപ്പ് തുടങ്ങിയത്? 1986 തുടങ്ങുന്നത്. ആദ്യം ആലപ്പുഴ മിമിക്സ് മീഡിയ എന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെ ആലപ്പുഴ മിമിക്സ് മീഡിയ എന്ന് പറഞ്ഞപ്പോൾ ചോറ് സാമ്പാറേ ഉള്ളൂ. നേരെ മാറ്റി കൊച്ചിൻ മിമിക്സ് മീഡിയ ആക്കിയപ്പോഴാണ് ചിക്കനും ചപ്പാത്തിയൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പൊ കേരളത്തിലെ 4ാമത്തെ സമിതിയാണിത്. അന്നൊക്കെ കൊച്ചിൻ കൊച്ചിൻ ഹരിശ്രീ കൊച്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നാണ് ഇത് ചെയ്യുന്നത് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. മിമിക്സ് മീഡിയയിൽ വന്ന പ്രശസ്തരായ മറ്റാളുകൾ ആരൊക്കെയായിരുന്നു അന്നൊക്കെ വന്ന പരിപാടി ചെയ്തിട്ടുള്ളത്? ആദ്യകാലത്തുണ്ടായിരുന്നത് നെൽസൺ, അത് കഴിഞ്ഞ് അയ്യപ്പ വൈജു, പിന്നെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ കളിക്കാൻ ആദ്യമായിട്ട് വന്നത് കാഞ്ഞിരപ്പറ്റം പ്രശാന്ത്, പാഷാണ ഷാജി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജിസ് ജോയി ഡയറക്ടർ, അതുപോലെ ഹരിശ്രീ മാർട്ടിൻ, ഒരുപാട്. എനിക്കറിയണം, ഈ ജിസ് ജോയി നമ്മളോട് ഇത് പറഞ്ഞിട്ടില്ല. ജിസ് ജോയി പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നല്ല സുഹൃത്താണ്. അതെന്താ കഥ? ജിസ് ജോയി മിക്സ് മീഡിയ കളിക്കാൻ വന്നത്? അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥാപനമൊക്കെ നടത്തിയിരുന്നതാണ്. ജിസ്സോയി വന്ന് ഇവിടെ സ്റ്റാർ ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഈ ജിസ്സോയി എന്ന് പറയുന്നത് മിമിക്സ് മീഡിയ എന്ന് പറയുന്ന തട്ടകത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ രാശിയാണ്. എല്ലാവരും രക്ഷപ്പെടും. മിമിക്സ് മീഡിയ തുടങ്ങിയിട്ട് രക്ഷപ്പെടാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു നിറബോധം വളരെ രസമുള്ളതാണ്. മാത്രമല്ല അന്ന് ഈ ട്രൂപ്പുകളിൽ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആവാനുണ്ട്. ഒരു ഷോ നന്നാവണമെങ്കിൽ അതിന് നമ്മൾ 10 ദിവസം റിഹേഴ്സൽ ചെയ്ത് ഒരു വണ്ടിയിൽ തന്നെ എല്ലാവരും കേരളം മുഴുവൻ യാത്ര ചെയ്ത് ഇവര് തമ്മിലൊക്കെ തന്നെ വർത്താനം പറഞ്ഞ് നമുക്കൊരു പുതിയ ഐറ്റത്തിനൊന്നും ഒരുപാട് റിഹേഴ്സൽ ചെയ്യേണ്ടായിരുന്നു. കാരണം അവന്റെ ഒരു സ്പീഡ് എന്താ, ഇവന്റെ ഒരു സ്പീഡ് എന്താ, അങ്ങനെയൊക്കെ നമുക്ക് എല്ലാം പെട്ടെന്ന് അറിയാം. അപ്പോൾ ഒരു സീസൺ കഴിഞ്ഞ് ഒരു ഉത്സവകാലം കഴിഞ്ഞ് അടുത്ത ഉത്സവകാലത്ത് ഈ ട്രൂപ്പിലെ നല്ല ആർട്ടിസ്റ്റുകളെ വേറെ ട്രൂപ്പുകാരെ ഒന്ന് വിളിച്ചോണ്ട് പോകും. കുറച്ച് 100 രൂപ കൂടുതൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. അപ്പൊ ഈ ഗോപൻ ചേട്ടൻ കുറെ പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ച് റിഹേഴ്സലൊക്കെ കൊടുത്ത് നന്നാക്കി എടുക്കുമ്പോഴത്തേക്ക് വേറെ ട്രൂപ്പുകാർ വന്ന് ഇവരെ അടുത്ത വർഷം വിളിച്ചോണ്ട് പോകും. ഇവര് പോകും. അപ്പൊ ഗോപൻ ചേട്ടൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ടെത്തിയ ഒരു വഴിയും കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കരുനാഗപ്പള്ളി ഒരു പുട്ടുകട എന്ന് പറഞ്ഞ കടയുണ്ട്. അതിന്റെ മുന്നിലും പിന്നിലും ഒക്കെ വെച്ചിട്ടാണ് ഈ ചർച്ചയൊക്കെ നടക്കുന്നത്. അവിടെ വെച്ച് ഈ ട്രൂപ്പിലെ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പതുക്കെ അതിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവൻ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ട് ഗോപൻ ചേട്ടൻ പറയും, എടാ നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? അവൻ പറയും ഇല്ല, ഒരു പാസ്പോർട്ട് എടുക്കണം. എന്തിനാട്ടാ? കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം ഗൾഫിൽ പോകൽ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. ഈ ആർട്ടിസ്റ്റ് അടുത്ത വർഷം ഈ ട്രൂപ്പിന് എന്തോ ഗൾഫ് ഷോ വന്നിട്ടുണ്ടെന്ന് ഓർത്തിട്ട് ഇവൻ പോവില്ല. എല്ലാവരോടും ചെന്ന് പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് അവനോട് പറയും, ഇത് നീ മറ്റവനോട് പറയണ്ട, നിന്നോട് മാത്രം ഞാനിത് ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ 8 പേരും പാസ്പോർട്ട് എടുത്ത് കഷത്ത് വെച്ചിട്ട് മിണ്ടാണ്ട് അടുത്ത വർഷം ഈ ട്രൂപ്പിൽ കളിക്കും. അങ്ങനെ പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരെ 3 വർഷം വരെ ഒരു ട്രോഫി കളിപ്പിച്ച ആളാണ് ഈ ഗോപൻ ചേട്ടൻ. ചങ്ങനാശ്ശേരി അബി ഇങ്ങനെ നിൽക്കുക. അബി അടുത്ത വർഷം വേറൊരു ട്രൂപ്പിലോട്ട് ചാടുമെന്ന് എനിക്ക് മനസ്സിലായി. അതിനിടയ്ക്ക് എന്ന് പറഞ്ഞ ട്രിപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ 5 പേരെ പോകുന്നുള്ളൂ, നമുക്ക് പോയേക്കാം, വെയിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് റെഡി ആയിരിക്കുമ്പം ഞാൻ പറഞ്ഞു ബിനോയുടെ ആരുടെ നീ പറയരുതെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അബി ബിനോയെ വിളിച്ച് പറയാം, ഞാൻ കോച്ചനും ട്രിപ്പിന് പോവാണ് കുവൈറ്റിൽ, ഞാനവിടെ ചാടും, എനിക്ക് പൊറോട്ട അടിക്കാൻ അറിയാമല്ലോ, ഞാനവിടെ കയറിയാൽ ഞാൻ ചാടും എന്ന് പറയും. ബിനോയ് എൻ്റെ അടുത്ത് ഇവനെ എങ്ങനെ ഇത് എൻ്റെ അടുത്ത് വന്ന് എപ്പോഴും ചോദിക്കല്ലേ എപ്പോഴാണ് പോകണം. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ അപ്പോഴാണ് ബിനോയ് വന്ന് ഇത് പറയുന്നത്, ഇവൻ ചാടുമെന്ന്. ഞാൻ അവനെ വിളിച്ച്, എബി ഇങ്ങനെ വന്നേ, നീ നമ്മുടെ പരിപാടിക്ക് പോകുമ്പോൾ നീ പൊറോട്ട അടിക്കാൻ വേണ്ടി അവിടെ ചാടുമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ബിനോയ് പറഞ്ഞു, ഞാൻ സംഭവം പറഞ്ഞു, ഞാൻ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത്, നീ ചാടിയിട്ട് വേണം എനിക്ക് പണിയാകാൻ. അങ്ങനെ ഞാനത് രക്ഷപ്പെട്ട്. കുവൈറ്റും ഇല്ല, പരിപാടിയില്ല, ഞാൻ പോലും പോയിട്ടില്ല. ഓഡിയോ കാസറ്റുകളിൽ കുറെ പാരഡികൾ ഗോപൻ ചേട്ടൻ എഴുതിയിട്ടുണ്ട് അല്ലേ? അതെ. അതുപോലെ തന്നെ വീരരാപ്പൻ ചേട്ടൻ അവസാനം പറഞ്ഞ കഥ എൻ്റെ ആയിരുന്നു, സ്രാവിനെ സ്നേഹിച്ച വട്ടാൻ, മത്സ്യങ്ങളുടെ കഥ. അതിനകത്ത് ഒരു ജലത്തിനടിയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല എഴുതാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് ഈ മത്സ്യങ്ങളിടയിലുള്ള ജാതി വ്യവസ്ഥ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അപ്പം വരാല് കരിമീനൊക്കെ മേൽജാതികളും അതുപോലെ വട്ടാൻ എന്ന് പറയുന്ന മീനുണ്ട് ഈ കരയെ വന്ന് കിടക്കുന്ന. അപ്പൊ ആ സമയത്ത് അതിനകത്ത് ഒരു പാട്ട് പാടാം. ഒരു വരാല് ഒരു പരലിനെ കാണുമ്പോൾ അതിനെ വളയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇങ്ങനെ പരൽ നീന്തി വരുമ്പം പരലിനോട് ചോദിക്കുകയാണ്, ഓ പരലേ പാടത്തോട്ടിൽ നീന്തി വാ, അതല്ലെങ്കിൽ നീ കവാലം കലുങ്ങിന്റെ അടിയിൽ വാ പരലേ, കൈനടി ഭാഗത്തേക്ക് പോകല്ലേ നീ. അതിനേട്ടാ അവിടെ ആഫ്രിക്കൻ മുഷി ഇറങ്ങിയിട്ടുണ്ട്, നിന്നെ പിടിച്ച് തിന്നുവന്ന്. അതുപോലെ തന്നെ അനിൽ പനച്ചൂരാന്റെ വലയിൽ വീണ കിളികൾ, അതിന്റെ ഒരു പാരഡി എഴുതി അനിൽ പനച്ചൂരാൻ തന്നെ ഞാൻ ആദ്യം പാടി കേൾപ്പിച്ചു. അതായത് അഹങ്കാരികളായ 2 കൂരികളുടെ കഥയാണ്. ഒരു കർഷകൻ വയലിലുള്ള പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കുളിക്കാൻ പോകുമ്പോൾ വലയം കൊണ്ടുപോകും. വലയം കൊണ്ടുപോയി വീശുമ്പോൾ 2 കൂരികൾ അതിനകത്ത് വീഴും.
അപ്പൊ അവര് നോക്കുമ്പോൾ ഭയങ്കര തുള വല. ആ തുളയെ കൂടെ വന്നിട്ട് ചോദിക്കുക, മനുഷ്യ എന്നാ വലയാ, ഈ വലയും കൊണ്ട് കടലിൽ ചെല്ലു, കൊമ്പസ്രാവിനെ കിട്ടും എന്ന് പറഞ്ഞ് എപ്പോൾ ഈ കൃഷിക്കാരൻ വീശാൻ വന്നാലും വല ഈ മഞ്ഞക്കുരുകൾ അതിനകത്തോട് മനഃപൂർവ്വം ചാടും. ഒരു ദിവസം ഓണഫണ്ടൊക്കെ കിട്ടുമ്പോഴത്തേക്ക് കൃഷിക്കാരൻ ഈ വല കെട്ടും. പക്ഷെ അഹങ്കാരികളായ കൂലികൾ അറിഞ്ഞില്ല. അവർ വീണ്ടും ഈ വലയിലോട്ട് ചാടും. വലയിലോട്ട് ചാടുമ്പോൾ വേമ്പനാട്ട് കായലിൽ നിന്ന് വേറൊരു കൂരിയുടെ ഫോൺ ഈ വല കിടക്കുമ്പോൾ കുരിക്ക് വരിക, അളിയെ നീ ഇവിടെ അളിയെ, തുളകളുള്ള വലയിലാണു ഞാൻ, തുളയിലൂടെ ഇപ്പം മുങ്ങും ഞാൻ, ഒരു മണകോണാഞ്ചൻ വീശുകാരനാ, അല്ലെ തുളകളുള്ള വലയാൽ വീശുമോ, വയലിലുള്ള പണി കഴിഞ്ഞവൻ ഡെയിലി വലയുമായി കടവിലെത്തിടും, വല വിരിച്ചു ആഞ്ഞു വീശിടും, ചെറുപരൽ മീൻ പോലും വലയിൽ കാണില്ല. പിന്നെ ഗോവൻ ചേട്ടൻ ലജ്ജാവതിയൊക്കെ ഒരു പാരഡി കാസറ്റ് ഇറക്കിയിട്ടില്ലെന്ന്. ലീലാവതിയെ സ്വല്പം കള്ളു കുടിച്ചെടിയേ, എൻ്റെ ലീലാവതിയെ ഇന്ന് സ്വല്പം കഴിച്ചെടിയേ, നാടൻ കള്ളോ മുന്തിരിക്കള്ളോ റമ്മോ നല്ല വാറ്റോ കൊട്ടുപടിയോ അന്നമ്മയൊക്കെയോ കല്ലുവാതിക്കല്ല കള്ളോ, അടാതൊന്നു നിന്നാട്ടെ തേ തൊട്ടാൽ വീഴും കെട്ടിയോനെ, കഞ്ഞിക്ക് കാശിനെ കുത്തിപ്പിടിച്ചപ്പോ റോജാ പാക്കും പേടിയും. കഞ്ഞിക്ക് കാശില്ലാത്തവനെ കുത്തിപ്പിടിച്ചപ്പോ റോജാപ്പാക്കും പീടിയും. നമ്മുടെ വണ്ടിയുടെ മോളിൽ ഈ സ്പീക്കറൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് ചില അമ്പലങ്ങൾ ഉൾപ്രദേശത്തോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ മോളിലുള്ള കേബിളുകൾ ഇതുകൊണ്ട് പൊട്ടിപ്പോവും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മളെ ചീത്ത വിളിക്കും. നമ്മൾ പുറം നാട്ടിൽ നിന്ന് പോയതാണല്ലോ. അപ്പം ഞാനൊക്കെയാണ് ട്രൂപ്പിന്റെ വണ്ടിയുടെ മേളിൽ കയറിയിരുന്നിട്ട് ഈ കേബിള് തലവഴി ആക്കി വിടുക എന്ന് പറയുന്ന പരിപാടി, വഴി കാണിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ പൊക്കി വിടലൊക്കെ. അപ്പോൾ ഒരാൾ ഞങ്ങൾക്ക് വഴി കാണിക്കാൻ വേണ്ടി വന്നേക്കുക ഫ്രണ്ടിൽ. ഇയാൾ ട്രൂപ്പിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഓടുക. നാട്ടുകാരൊക്കെ പുള്ളിനെ കാണുമല്ലോ. അതിനുവേണ്ടി പുള്ളിയാണ് ലൈറ്റിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വഴി കാണിച്ച് ലെഫ്റ്റ് ഇങ്ങനെ കൈകൊണ്ടുള്ള പരിപാടിയുള്ളൂ. ഒച്ച കേൾക്കത്തില്ല, ഇച്ചിരി ദൂരെ നിൽക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഒരു പാലത്തെ കയറ്റി വണ്ടി. എന്ന് വെച്ചാൽ പാലത്തിന്റെ കയറ്റം കയറി കഴിഞ്ഞപ്പോൾ ഈ പാലത്തിന് ഈ വീതിയേ ഉള്ളൂ, വണ്ടിക്ക് അതിനേക്കാളും വീതിയുണ്ട്. കൊണ്ട് ഇവൻ ഓടി ആ പാലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ ചെന്ന് നിന്നിട്ടേ ഇങ്ങനൊരു ആക്ഷൻ, വണ്ടി ചെറുതാക്കാനുള്ള ആക്ഷൻ കാണിക്കുന്നത്. അതെങ്ങനെ പറ്റുമെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ഞങ്ങൾ ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ കൈകൊണ്ട് വണ്ടി ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കയറി പോകുന്നുള്ള രീതിയിൽ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഗോവൻ ചേട്ടന്റെ ഏതെങ്കിലും ഇനി ഏതെങ്കിലും പാട്ടുണ്ടോ ഗോവൻ ചേട്ടൻ? ഒരു ഈശ്വര പ്രാർത്ഥന പോലെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് ഈശ്വര പ്രാർത്ഥന ആക്കിയല്ലെങ്കിലും ചുമ്മാ ഇതാണ്. ഉലകത്തിൽ മണ്ടന്മാർ മന്ത്രിയായി വാഴും, നരകത്തിൽ പോയാലോ ഇതിനേക്കാൾ ഭേദം, മന്ത്രിമാരും കുറെ ശിങ്കിടികളും കൂടി വിദ്യാഭ്യാസ രംഗം കുട്ടിച്ചോറാക്കി, വിദ്യാഭ്യാസ മന്ത്രി അഭ്യാസം കാട്ടിയപ്പോൾ അഭ്യസ്ത വിദ്യർക്കോ തൊഴിലില്ലാണ്ടായി, വിദ്യയറിയാത്തോൻ അധ്യാപകനായപ്പോ പഠിക്കുന്ന കുട്ടിക്കോ വെളിവില്ലാണ്ടായി. അതുപോലെ തന്നെ ഞാൻ എഴുതിയതിൽ ഏറ്റവും ഹിറ്റ് സാധനം ഡിപ്ലോമ എന്ന് പറയുന്ന ഡ്രാമ. അത് നമ്മൾ കേരളത്തിൽ എല്ലാ ട്രൂപ്പിലും കളിക്കുന്നുണ്ട്. എൻ്റെ മാത്രമുള്ള CD ഇല്ലാത്ത, ബാക്കി എല്ലാവരും ഉണ്ട്. അതുപോലെ ശാകുന്തളം, അത് ഗിന്നസ് മാനവിന് വേണ്ടി സിംഗപ്പൂർ പോകാൻ വേണ്ടി എഴുതിയ അതിനകത്തൊരു പാട്ട്, നല്ല പാട്ട്. അത് ഷാട്ടിക്ക് അറിയാം. അത് അതായത് ദുഷ്യന്തൻ കണ്വാസമത്തിൽ ചെന്നതിന് ശേഷം ശകുന്തള കണ്ടു കഴിഞ്ഞപ്പം ആ പാട് പരവശനായിട്ട് പാടുന്നൊരു പാട്ട്. കാട് കാണാൻ വന്ന നിന്നെ ഞാൻ കണ്ടപ്പോൾ എല്ലാം മറന്നു ഞാൻ നിന്നു പെണ്ണേ, കണ്ണാശ്രമത്തിലെ പെണ്ണെ നിന്നെ കണ്ട് കൺട്രോള് തെറ്റി ഞാൻ നിന്നു പെണ്ണെ, പലതും പറഞ്ഞെന്നെ പറ്റിക്കല്ലേ, കാര്യം കഴിഞ്ഞെന്നെ ഒഴിവാക്കല്ലേ, കാര്യം കഴിഞ്ഞ് ഞാൻ ഒഴിവാക്കില്ല, പക്ഷെ കാര്യം നടക്കാതെ പോകത്തില്ല.